കുഞ്ഞിച്ചോ മിനസൻ ഞാനും മിഷിന്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാനും മിഷിന്റെ 3 കിഡിലൻ ചാപ്റ്റേഴ്സ് ആണ്. അതായത് ഞാനും മിഷിന്റെ സീസൺ 2ന്റെ എപ്പിസോഡ് 45 ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഗൈസ്, ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അടിപൊളിയാണ്, ആബ്സല്യൂട്ട് പീക്കാണ്. സോ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ മിസ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അവൻ പറയും നാശം, ഇത് ഇതെന്താണ്? എന്റെ ലൈറ്റ്നിങ് ക്യൂ എന്താണ് പാസ് ചെയ്യാത്തത്? ഇതെന്താണ്? എങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവിടെ കിടന്ന് നീ ഞാൻ വിചാരിച്ചില്ല നന്നായിട്ട് എന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതെന്തായാലും കൊള്ളാം. ഒന്നുമില്ലെങ്കിലും ഡ്രാഗൺ സെല്ലിലെ ബ്ലഡ് നീയും കുറച്ച് കൺസ്യൂം ചെയ്തതല്ലേ. നാശം, എനിക്ക് പാമ്പുഷ് ചെയ്യണമെന്നുണ്ട്. കാര്യം സൊസൈറ്റി ലീഡർ അതേ ഉണ്ടെങ്കിലേ ബ്ലൂ ഹെവൻ സൊസൈറ്റിക്ക് ഒരു ഭാവിയുള്ളൂ. പക്ഷേ എന്തും വരട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് ഈ അറ്റാക്ക് ചെയ്തിട്ട് അവിടേക്ക് ചാടി വന്നു. യോൺ തന്റെ അടുത്ത കൈ ഉയർത്തിയും പിന്നെ കാണുന്നത് അവരെല്ലാരും കൂടെ നിലത്തേക്ക് കുത്തി വീഴുന്നതാണ്. നാശം, ഇങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും ജീവൻ അപകടത്തിലായിരിക്കും. അൾട്ടിൽ എന്നോട് ഒന്ന് ക്ഷമിക്കണമെന്നുണ്ട്. പെട്ടെന്നായിരുന്നു അദ്ദേഹം ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. എന്നാൽ ആ അറ്റാക്ക് ഇയോൺ നിസ്സാരമായി തന്നെ ഡോട്ട് ചെയ്തു. എന്നിട്ട് പറയുകയും ചെയ്യും, ഷാവോളിങ്ങിലെ മോങ്ക്, ഞാൻ നിന്നെ കുറച്ച് നേരമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡ് ഇയോൺസിയോന്റെ 2 ഫോംലെസ് ഉള്ള സോഡ് അവന്റെ ശരീരത്തിലേക്ക് കുത്തി കയറി. എന്ത് ഫോംലെസ് ഉള്ള സോഡോ? ഇത്രയൊരു ടെക്നിക്ക് ചെയ്യാൻ നിർത്തും അവനത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവനിട്ട് തെറിച്ച് ഒരു സൈഡിൽ പോയി വീഴുകയും ചെയ്തു. ഷാവോളിങ്ങിലെ അബോട്ടിനെ ഒരു തേർഡ് റേറ്റഡ് മാർഷൽ ആർട്ടിസ്റ്റിനെ പോലെയാണ് അവനിപ്പോൾ ഡിഫീറ്റ് ചെയ്തത്. ഇവൻ ശരിക്കും ലൈഫ് ആൻഡ് ഡെത്ത് ത്രില്ലത്തിലാണല്ലേ. അതിലുപരി ഇവനെ കാണുന്നിടത്ത് എനിക്ക് തോന്നുന്നത് കോമ്പാക്ട് ഡിവൈനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ്. ഇത് ശരിക്കും ഡേഞ്ചറസ് ആണ്. ആ സമയത്ത് ഇയോൺ അവന്റെ കൈകൾ വിട്ടിരുന്നു. പെട്ടെന്നാണ് അവൻ നേരെ മുട്ടുകുത്തി നിലത്തേക്ക് വീണത്. അവന്റെ ശരീരത്തെ മുഴുവൻ ആ ഒരു ഇയോൺചിയുടെ ലൈറ്റ്നിങ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ പറയും ചെയ്യും, ഞാൻ ഞാൻ ഓടണം, ഓടി രക്ഷപ്പെടണം, എങ്കിൽ മാത്രമേ എനിക്ക് ബ്ലൂ ഹെവൻ സൊസൈറ്റീനെ. തൽക്കാലം നീ ഇവിടെ തന്നെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഇയോൺ തന്റെ വിരലുകൾ ഒന്ന് മുകളിലേക്ക് ഉയർത്തി. കൾട്ടിൽ ലീഡർ, നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഇയോൺ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തിരുന്നു. ആ ഒരു അറ്റാക്ക് അവന്റെ വയറ്റിലൂടെ കടന്ന് അപ്പുറത്തേക്ക് വരികയും ചെയ്തു. ഒരു സെക്കൻഡിന് അവനത് മനസ്സിലായി. പിന്നെ കാണുന്നത് നമുക്ക് പറഞ്ഞു പോലും മനസ്സിലാക്കാൻ പറ്റാത്തത്രയും വേദന അവൻ അനുഭവിക്കുന്നതാണ്. അവൻ വേദന കൊണ്ട് അവിടെ കിടന്ന് കാറാനായിട്ട് തുടങ്ങി. കാര്യം അവന്റെ ഡാൻഡേൻ ഇയോൺ ചെയ്യാൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. നിന്നോട് എനിക്ക് കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷേ ഇപ്പൊ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്തിട്ട് കുറച്ചധികം ആൾക്കാരുണ്ട്. പെട്ടെന്നാണ് അവർ ഞെട്ടിയത്. കാര്യം അവരുടെ ചുറ്റിനും ഒരു തണുത്ത കാറ്റ് വീശാനായിട്ട് തുടങ്ങി. കോൾഡ് ക്യൂയോ? പിന്നെ കാണുന്നത് അവന്റെ ശരീരത്തിലേക്ക് ആ ഒരു ഐസ് പടർന്ന് കേറുന്നതാണ്. ഇല്ല, നിനക്കെന്നെ കൊന്നു കളഞ്ഞാ പോരെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവനെ കംപ്ലീറ്റ്ലി ആ ഒരു ഐസ് വന്ന് പൊതിഞ്ഞിരുന്നു. അമിതബ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും വേരിയസ് ഉള്ള ടെക്നിക്കുകൾ ചെയ്യാൻ പറ്റുന്നത്? ഇവൻ ശരിക്കും ആ ഒരു കോമ്പാക്ട് ഡിവൈനെ പോലെ തന്നെയാണ്. ഇതെന്താണ്? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവനൊരാളുടെ ഡാൻഡൻ ഡിസ്ട്രോയ് ചെയ്തിട്ട് അവർ ഐസിൽ ട്രാപ്പ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഈ കാണുന്നത് ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഇവൻ വിചാരിച്ചതിനും ആ സമയത്ത് ഫസ്റ്റ് മാസ്റ്റർ പറയും ചെയ്യും, ഈ മനുഷ്യൻ കോമ്പാക്ട് ഡിവൈനെക്കാട്ടും ഡേഞ്ചറസ് ആണ്. അറ്റ്ലീസ്റ്റ് കോമ്പാക്ട് ഡിവൈൻ ആ ഒരു മൗണ്ടൻ വിട്ടെങ്കിലും പുറത്തു വരത്തില്ല. എന്നാൽ കൾട്ടിൽ ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ ആ ഒരു 3 ഫോഴ്സസിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഡിമോണിക്കാളിന്റെ കയ്യിലേക്ക് ഞങ്ങൾ എല്ലാവരും ഒതുങ്ങുന്നതായിരിക്കും. ജിങ്ഹയുടെ ഫ്യൂച്ചറിന് വേണ്ടി ഇവനെ കൊല്ലണം. ആ സമയത്താണ് ബെഗർ സെഗ്ലെ അവൻ പറയുന്നത്, ഫസ്റ്റ് മാസ്റ്റർ എന്ത് വിലയെടുത്തും കോമ്പാക്ട് ഡിവൈനും ഡിമോണിക്കാൾട്ടുമായിട്ട് ഒരു വഴക്കുണ്ടാക്കണം. പക്ഷെ നിനക്ക് തോന്നുന്നുണ്ടോ അത് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ? അതിലുപരി അവൻ ഓൾറെഡി നമ്മുടെ പ്ലാൻസിനെ പറ്റി അറിയാം. ഇനി മറ്റു മാർഗങ്ങളൊന്നുമില്ല. കൾട്ട് ലീഡർ ചിയോൺ, താങ്കൾ ഇവിടേക്ക് സ്നീക്ക് ചെയ്തു വന്ന് അത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കും. എന്നാൽ അടുത്ത സെക്കൻഡിലാണ് ആ സ്ഥലം തന്നെ മുഴുവൻ കടന്ന് കുലുങ്ങായിട്ട് തുടങ്ങിയത്. പക്ഷെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ മുറുമലൻസിന്റെ 500ഓളം വരുന്ന എലൈറ്റ് മാർഷൽ ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാമ്പ് അവൻ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. പെട്ടെന്നാണ് പുറത്തുള്ളവരെല്ലാരും അത് ശ്രദ്ധിക്കുന്നത്. അല്ല, ആ കാണുന്നത് ഡിമോണിക്കാളിന്റെ ലീഡർ അല്ലേ? വലിയ ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് ഓടി വന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഓർത്തഡോക്സ് മുറുമലൻസിന്റെ മാർഷൽ ആർട്ടിസ്റ്റ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ മുന്നിൽ കാണുന്നത് ഡിമോണിക്കാളിന്റെ ലീഡറാണ്. അവൻ ഇവിടേക്ക് വന്ന് നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ നോക്കുന്നു. നമ്മളത് നോക്കി നിൽക്കത്തില്ലെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? യെസ് സാർ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും റെഡി ആയിട്ടുണ്ട്. അവരെല്ലാരും ഇയോൺ ചെയ്യാനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. ചുരുക്കം പറഞ്ഞ മുറുമലൻസിന്റെ ആ 5000ഓളം വരുന്ന മാർഷൽ ആർട്ടിസ്റ്റ് അവനെ പൊതിഞ്ഞു കെട്ടി. അപ്പോ ഇതാണല്ലേ നീയൊക്കെ കൂടെ ഡിസൈഡ് ചെയ്തത്?
കണ്ടിട്ട് അവനൊരു പേടിയില്ല. 5000-ഓളം മാർഷൽ ആർട്ടിസ്റ്റാണ് അവന്റെ ചുറ്റിനുള്ളത്. പക്ഷേ എന്നിട്ടും ഈ ധൈര്യം പിന്നെ എവിടുന്നാണ് വരുന്നത്? കൾട്ടിലിറച്ചിയൻ, ഞാൻ ഉള്ളതുപോലെ പറയാം. താങ്കളോട് ഫൈറ്റ് ചെയ്യാൻ എനിക്കൊരാഗ്രഹവുമില്ല. പക്ഷേ ആ ഒരു മിത്തിക്കൽ ക്രീച്ചറിന്റെ കോർ താങ്കൾ എടുക്കുന്നതിൽ മാത്രമേ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, നമ്മൾ ഇപ്പോഴും അലൈസാണ്. അത് താങ്കൾ ഞങ്ങൾക്ക് തരുമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെപ്പൺസ് ഇപ്പോൾ ഞങ്ങൾ മാറ്റുന്നതായിരിക്കും. ഇവിടെ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. സോ ഡിസിഷൻ എടുക്കേണ്ട താങ്കളാണ്. മിത്തിക്കൽ ക്രിച്ചർ വേണോ അതോ താങ്കൾക്ക് സമാധാനം വേണോ? പെട്ടെന്ന് അവൻ ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അടുത്ത സെക്കൻഡ് അവൻ ഡോഡ്ജ് ചെയ്തെങ്കിലും ഡോഡ്ജ് ചെയ്യാൻ പറ്റാത്ത എല്ലാവരുടെ ശരീരത്തിലേക്ക് ഇവന്റെ ആ ഒരു അറ്റാക്ക് വന്ന് പതിച്ചു. പിന്നെ കാണുന്നത് കൈയും കാലും തലയും ഉടലും ചിന്നി ചെതർന്നതാണ്. നീയപ്പോ ഫൈറ്റ് ചെയ്യാൻ നോക്കുകയാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഇവൻ അവന്റെ നേരെ പാഞ്ഞു വന്നു. ആ ഒരു അറ്റാക്ക് അവൻ ബ്ലോക്ക് ചെയ്തിട്ട് നേരെ ബാക്കിലേക്ക് ചാടി. പക്ഷേ അപ്പോഴേക്കും ഇവൻ അവന്റെ കഴുത്തിൽ കയറി പിടിച്ചു. എന്നിട്ട് മുകളിലേക്ക് പൊക്കിയെടുത്തു. പക്ഷേ അവൻ വിട്ടില്ല. അവനവന്റെ കയ്യിലേക്ക് ഉള്ള സ്ട്രെങ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഇയോൻചുവിന്റെ വയറ്റിലേക്ക് ഒരു അറ്റാക്ക് ചെയ്യാൻ പോയപ്പോഴേക്കും ഇവൻ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. അലയൻസ് ഇതൊന്നും പറഞ്ഞ് കുറച്ച് നേരമായി നീയൊക്കെ എന്റെ നേരെ വരുന്നു. ഇതുകൊണ്ട് നിർത്തിക്കണം പറഞ്ഞിട്ട് ഇയോൺ നേരെ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങി. പിന്നെ കാണുന്നത് അവന്റെ കൈ പിടിച്ചങ്ങോട്ട് ഞെരിക്കുന്നതാണ്. ഫസ്റ്റ് മാസ്റ്റർ വേദന കൊണ്ട് കിടന്ന് കാറുകയായിരുന്നു. അവന്റെ ശരീരത്തിലെ ദശ അവന്റെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നത് അവന് മനസ്സിലാകുന്നുണ്ട്. അവൻ കരയുന്നു വരെയുണ്ട്. പിന്നെ കാണുന്നത് ഇവൻ അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു കൈ വലിച്ച് പറിച്ചെടുക്കുന്നതാണ്. കണ്ടു നിന്ന എല്ലാരും ഞെട്ടിത്തെറിച്ചു പോയി. കൾട്ടിലിറച്ചിയാണ്, താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? സുപ്രീം സേവർ ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്. നമ്മളിപ്പോ പരസ്പരം തല്ലുകൂടേണ്ട സമയമല്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അവന്റെ ശരീരം എടുത്ത് അവിടേക്ക് എറിഞ്ഞ്. മാസ്റ്റർ മൂവ്, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് ഈ അലയൻസ് കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. എന്നെ പിന്നിൽ നിന്ന് കുത്താൻ സാധിക്കുമെന്ന്. സുപ്രീം സേബറിനെ ഡിഫീറ്റ് ചെയ്യാൻ എനിക്ക് നിന്റെ ഒന്നും ആവശ്യമില്ലടാ. ഈ അലയൻസ് ഇവിടം കൊണ്ട് തീർന്നിരിക്കുന്നു. അലയൻസ് തീർന്നിരിക്കുന്നു. പക്ഷേ അമിതബ അത് സംഭവിച്ചിരിക്കുന്നു. ഇനി എത്ര നാളെന്നും പറഞ്ഞാടാ നീയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്? ഓർത്തഡോക്സ് മുറം അലയൻസ് അടുത്ത സെക്കൻഡ് ഒരു എനർജി അവിടേക്ക് റഷ് ചെയ്ത് വന്നു. അവരെല്ലാരും ഞെട്ടാനായിട്ട് തുടങ്ങി. നിങ്ങളെല്ലാരും കൂടെ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ? ഇനി അതിന്റെ ഭവിഷ്യത്ത് തന്നെ അനുഭവിച്ചോ? പെട്ടെന്നായിരുന്നു അവരുടെ സോളിലേക്ക് ആ ഒരു പവർ വരാനായിട്ട് തുടങ്ങിയത്. ഇത് ബെഗർ സെക്ടിലെ ആ ലീഡറിന് മനസ്സിലായി. അത് ഹെവലി ഫ്ലാഷ് ആണ്. എല്ലാവരും അവരുടെ വെപ്പൺസ് ഇപ്പൊ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന പറഞ്ഞപ്പോഴേക്കും അവരുടെ ക്യൂ യൂസ് ചെയ്ത് അവരുടെ വെപ്പൺസ് എല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. ആ ഫ്രാഗ്മെന്റ്സും അല്ല, എല്ലാം തന്നെ കളയണം. പക്ഷേ ഈ സമയത്താണ് അവൻ പറയുന്നത്, ചിലപ്പോ ഇത് ഹെവലി ഫ്ലാഷ് ആയിരിക്കത്തില്ല. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോ ഇത്. അപ്പോ ബുദ്ധിയുള്ള കുറച്ച് പേര് നിന്റെയൊക്കെ കൂട്ടത്തിലുണ്ടല്ലേ? അടുത്ത സെക്കൻഡില് അതിശക്തമായ ഒരു തണുത്ത കാറ്റ് അവിടേക്ക് അടിക്കുന്നുണ്ട്. അല്ല, ഇതെന്താണ് ഈ തണുപ്പ്? നേരത്തെ പോലെയല്ലല്ലോ. പെട്ടെന്നാണ് മുകളിൽ അതൊക്കെ പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങിയത്. ഞാൻ എന്താണ് കാണുന്നത്? അവിടെ മുഴുവൻ ഐസ് ഗ്യാദർ ചെയ്യുവാണല്ലോ, അതും സോഡ്സ് പോലെ തന്നെ. ആരും പേടിക്കേണ്ടതില്ല, അതെല്ലാം വെറും ഐസ് സോഡ്സ് ആണ്. നിങ്ങളുടെ പ്രൊജക്ടൽ ക്യൂ കൊണ്ട് നിങ്ങൾക്കത് ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെയോ? എങ്കിൽ നേരിട്ട് കണ്ടോളൂന്നും കൊണ്ട് ഇവൺ അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. എന്നാൽ ആ സമയത്ത് ഓർത്തഡോക്സ് മുറിം അലയൻസിലുള്ള ഒരാൾക്കും തന്നെ അറിഞ്ഞുകൂടായിരുന്നു ഇയോൺ ചിയാൻ ദി കോൾഡ് ഐസ് ഹെവലി ആർട്ട് മാസ്റ്റർ ചെയ്തെന്ന്. അവന്റെ കോൾഡ് ഐസിന് കേപ്പബിൾ ആയുള്ള കാര്യം എന്താന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ കാണുന്നത് അവിടെയുള്ള ഓരോ മാർഷൽ ആർട്സിന്റെ ശരീരത്തിലേക്കും അത് കുത്തി കയറുന്നതാണ്. നാശം, ഇത് ക്യാസിൽ വെച്ച് കണ്ടതുപോലെയല്ല, ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇങ്ങനെയാണെങ്കിൽ അതുപോലെ അലയൻസും ബ്രേക്ക് ആയിരിക്കുന്നു. ഇനി അദ്ദേഹം ഒരിക്കലും ദയ കാണിക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റൂ? അധികം നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും. അവനെ കൊല്ലണം. അവനെ കൊല്ലാതെ ഇവിടുന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. അവനെ കൊന്നാൽ മാത്രം മതി. അവന്റെ തലയിലേക്കോ ഹൃദയത്തിലേക്കോ എവിടെയെന്ന് വെച്ചാൽ കുത്തിക്കെട്ടി അവനെ കൊല്ലാൻ നോക്ക്. അവന്റെ ഗാളിപ്പോ ലെഡ് ഡൗൺ ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ്. അവനിപ്പോ ആ സോഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് പറ്റും. പക്ഷേ ഒരാൾ പോലും അവിടുന്ന് എഴുന്നേക്കുന്നില്ലായിരുന്നു. കാര്യം ആ ഒരു പ്രൊജക്റ്റിലുള്ള ക്യൂയിലേക്ക് കടന്ന് കയറിയ അത് സൂയിസൈഡ് ആണെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. നാശം, എല്ലാരും പേടിച്ചു വരച്ച് നിൽക്കുവാണ്. ഇനി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. ഓർത്തഡോക്സ് മുറിമലൻസിന്റെ ധീരന്മാരെ, നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ജീവിക്കും. പക്ഷെ ജീവിക്കണമെന്ന് വെച്ച് മുന്നിലേക്ക് പോയാ ഉറപ്പായിട്ടും മരിക്കും. നിങ്ങൾ ഇവിടെ പേടിക്കേണ്ടതില്ല. മരണം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ആ ഒരു ഈവലുള്ള ഡിമോണിക് കള്ള ലീഡർ ഇന്ന് മരിച്ചില്ലെങ്കിൽ അത്
നമുക്കെല്ലാവർക്കും അപകടമായി മാറും. മാസ്റ്റർ മു, താങ്കൾ ഇതുവരെ റിക്കവർ ചെയ്തിട്ടില്ല. എന്നെപ്പറ്റി നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ നിങ്ങൾക്കൊരു വഴി തെളിച്ചു തരാം. ഓർത്തഡോക്സ് മുറുമലൻസിന് ഞാനൊരു വഴി കാണിച്ചു തരാം. എന്നിട്ടാ നേരെ മുന്നിലേക്ക് എടുത്ത് ചാടി. ഡിമോണിക് ലീഡർ, നീ ശരിക്കും ഒരു മോൺസ്റ്റർ തന്നെയാണ്. നിന്റെ ഓരോ പ്രൊജക്റ്റ് ഇളക്കി ബ്ലോക്ക് ചേർത്ത് എന്റെ ഇന്റേണൽ വൂൺസ് വീണ്ടും പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. മാസ്റ്റർ മു, മാസ്റ്റർ മു, താങ്കൾക്ക് കൊണ്ട് പറ്റും. ചെല്ലി അവരെ കൊന്നുകളാ. മാസ്റ്റർ മു, താങ്കൾ കൊണ്ട് മാത്രമേ പറ്റത്തുന്നുണ്ട്. നമ്മുടെ മുറുമലൻസ് എല്ലാരും അവന് വേണ്ടി അലറി വിളിക്കുകയാണ്. കണ്ടില്ലേ, ഓർത്തഡോക്സ് മുറുമലൻസിന് ഇതുവരെ ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ മരണം ഇവിടെയുള്ള ഓരോരുത്തർക്കും ധൈര്യം പകരും. എന്റെ സോഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നെ കൊണ്ട് പറ്റാവുന്നത് എല്ലാം ചെയ്തിരിക്കുന്നു. ഇതിന്റെ മരണമാണോന്ന് ചോദിച്ചിട്ടുണ്ട്. അവൻ പതുക്കെ കണ്ണുകൾ അടച്ചു. പക്ഷേ പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. കാര്യം അവനൊന്നും സംഭവിച്ചില്ല. കണ്ണ് തുറന്നു നോക്കിയപ്പോ 3 മാർഷൽ മാസ്റ്റേഴ്സ് അവനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. താങ്കൾ ഒറ്റക്കല്ല, നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതെ, ഇത്രയും നല്ല കൂളുള്ള കാര്യം ചെയ്തെടുത്ത് താങ്കൾ ഒറ്റക്ക് വിടുമെന്നാണ് തോന്നിയത്. മരിക്കാൻ തീരുമാനിച്ചവര് മാത്രമേ ജീവിക്കത്തുള്ളൂന്നല്ലേ താങ്കൾ പറഞ്ഞത്. അപ്പൊ പിന്നെ ഡിമോണിക് കൾട്ടിന്റെ ലീഡർ, നീ ഇത് കാണുന്നുണ്ടോ? ഞങ്ങളുടെ മരണം മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഓർത്തഡോക്സ് മുറമ് ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതെ, എനിക്ക് എന്റെ സോഡ് നഷ്ടപ്പെട്ടെങ്കിൽ എന്താ, എന്റെ ഫിംഗർ ടെക്നിക്ക് എനിക്കിപ്പോഴും ബാക്കിയുണ്ട്. അതെ, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത് നിന്റെ മരണമാണ്. എന്റെ ജീവൻ പോയാലെന്താ, എല്ലാവർക്കും അതൊരു ധൈര്യം പകരുമെന്ന് പാട് അവർ 4 പേരും കൂടെ യൂൺചിയുടെ നേരെ അറ്റാക്ക് ചെയ്തിട്ട് പാഞ്ഞ് വരുന്നുണ്ട്. അവനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 സ്റ്റെപ്പ് അടുത്തെങ്കിലും ഞാൻ എത്തണം. പക്ഷേ ഇത്രയും വലിയൊരു ഡിസ്റ്റൻസ് നിൽക്കാൻ നേരത്ത് അതൊട്ടും പോസിബിൾ അല്ല. അവനിപ്പോ ഹെവൻലി ഫ്ലാഷ് യൂസ് ചെയ്യുന്നുണ്ട്. പതുക്കെ ഞങ്ങൾക്ക് അവന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് സാധിക്കും. പക്ഷെ അവനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഇനി 7 അടി കൂടാ. അതെ, ഇനി പറ്റും. 6, 5, 4, അതെ 3 അടി എത്താറായിരിക്കുന്നു. 3 അടി എത്തിയപ്പോ തന്നെ അദ്ദേഹം ഒന്നും നോക്കാതെ നേരെ മുമ്പിലേക്ക് എടുത്ത് ചാടി. മാസ്റ്റർ മോ, ഒറ്റയ്ക്ക് പോകരുത്. സെക് ലീഡർ ഹോങ്, എന്റെ അവസാനത്തെ വാക്കുകൾ എല്ലാവരോടും താങ്കൾ പറയണം. എന്നിട്ട് ഇയോൺചിയുടെ നേരെ അവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാനായിട്ട് വന്നു. പക്ഷേ അപ്പോഴേക്കും ഇയോൺ പറയുകയും ചെയ്യും, നിന്റെയൊക്കെ ഡ്രാമ അവസാനിപ്പിക്കാൻ സമയമായില്ലേ. പിന്നെ കാണുന്നത് ഇയോൺ അവന്റെ കയ്യിൽ കയറി പിടിച്ച് തിരിച്ച് നിലത്തേക്ക് കുത്തി അവന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് ഫ്രോസൺ ആക്കുന്നതാണ്. ഹലോ, അതെങ്ങനെ? അവൻ ഇപ്പോൾ ഹെവൻലി ഫ്ലാഷ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അപ്പോഴേക്കും ഇയോൺ അവളുടെ പുറകിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ നേരെ തിരിഞ്ഞു നോക്കി ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്നാണ് ഇവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ച് അവളുടെ എല്ലുകൾ ഞെരടി പൊട്ടിച്ച് കളഞ്ഞത്. എന്നിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്കിന്റെ ഇമ്പാക്ട് ശരിക്കും സ്ട്രോങ്ങർ ആയിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അവളുടെ ഡാൻഡിയം തന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോ ആയി പോയി. പക്ഷേ അവിടെ കൊണ്ട് നിർത്തിയില്ല. നീ വീഴാൻ സമയമായതുകൊണ്ട് ഇവൻ അവനെ കംപ്ലീറ്റ് അങ്ങോട്ട് ഫ്രീസ് ചെയ്തു. ബാക്കിയുള്ളവരും ഇത് കണ്ടപ്പോൾ നേരെ ബാക്കിലേക്ക് എടുത്ത് ചാടി. പക്ഷെ അത് കാണാൻ നേരത്തെ അവൻ പറയുകയും ചെയ്യും, നിന്നെയൊക്കെ വിട്ടിട്ട് വേണ്ടേ. പെട്ടെന്നാണ് അവരുടെ മുമ്പിൽ ഒരു തടസ്സം വന്നത്. അടുത്ത സെക്കൻഡ് ഇയാൻ അവിടേക്ക് ചെന്ന് അവരെ അങ്ങോട്ട് ഫ്രോസ് ചെയ്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞതല്ലടാ, നിന്റെയൊക്കെ ഡ്രാമ അവസാനിപ്പിക്കാൻ സമയമായെന്ന്. ഇതേ സമയം ഹെവൻലി ഫ്ലാഷ് കാരണം ഒത്തിരിയധികം മാർഷൽ ആർട്സിന്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാശം, ഇതെന്താണ്? ഞങ്ങളല്ലേ മരിക്കേണ്ടത്, പക്ഷെ അവർ മരിക്കുന്നത് ഞങ്ങൾ കാണുവാണ്. ഡിമോണിക് ലീഡർ, ഞങ്ങളെ കൊല്ലു, അവരെ വെറുതെ വിടൂ. ഒരു മാർഷൽ ആർട്ടിസ്റ്റിന്റെ ഹോണറിനെ താങ്കൾ ചോദ്യം ചെയ്യല്ലേ? ഞങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. സാക്രിഫൈസോ? അടുത്ത സെക്കൻഡ് ഇയാളെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. അവരെല്ലാരും ഞെട്ടി. അല്ല, ഇതെന്ത് പറ്റി? അവന്റെ ഇന്റർണൽ എനർജി തീർന്നോ? ഒരിക്കലുമില്ല, അവന്റെ ഇന്റർണൽ എനർജി തീരാറായിട്ടില്ല. കാര്യം ഇത് 10 മിനിറ്റ് പോലും ആയില്ല. ആ ഒരു ക്യാസിൽ വെച്ച് അവൻ അതിൽ കൂടുതൽ നേരം. ഡിമോണിക് ലീഡർ, നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞങ്ങളുടെ ആൾക്കാരെ നീ ശരിക്കും ശബ്ദിക്കുന്നു. അടുത്ത സെക്കൻഡ് അവന്റെ താടിയില് അങ്ങോട്ട് ഒടിച്ചു കളഞ്ഞു. മാസ്റ്റർ മൂ, ഡിമോണിക് നായെ, നീ നിങ്ങളുടെ കൂട്ടത്തിലുള്ള തലവൻ പറഞ്ഞത് ഇപ്പൊ സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നല്ലേ? അതെങ്ങനെ ഞാൻ കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് പോകുന്നത്? എന്താണ് നീ ചെയ്യാൻ പോകുന്നത്? ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ചാൻസ് തരാനായിട്ട് പോകുവാണ്. ശരിക്കും? ഓർത്തഡോക്സ് മുറുമലൻസിന്റെ മാർഷൽ ആർട്ടിസ്റ്റ്, ഞാൻ എന്തായാലും നിങ്ങളെല്ലാരും ഒറ്റ മനസ്സുള്ളവരാണെന്ന് വിശ്വസിക്കുന്നില്ല. എന്ത്? അല്ല, ഇവൻ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങളുടെ ഹയറപ്സ് എന്നെ എന്റെ കൾട്ട് മെമ്പേഴ്സിനെ കൊല്ലാൻ നോക്കി. പക്ഷെ എന്നിട്ട് ഞാൻ അവർക്ക് ചാൻസ് കൊടുക്കാനായിട്ട് പോകുവാണ്. ഉള്ളത് പറഞ്ഞ ഞാൻ നിങ്ങളുടെ മാസ്റ്റേഴ്സിനെ പോലെ
ആട്ടും തോലിട്ട ചെന്നായൊന്നുമല്ല. എന്റെ കൾട്ടിനെ ആരും ഉപദ്രവിക്കാൻ പറ്റുന്നോ അവരെ ഞാൻ കൊന്നു കളയാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ലീഡേഴ്സ് ഇപ്പൊ പറഞ്ഞത് അവർ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെന്നാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ട് എനിക്കിവിടെ ആരും കൊല്ലണമെന്നില്ല. ആയിരക്കണക്കിന് ആൾക്കാരുടെ രക്തം കാണണമെന്നില്ല. എന്ത് രക്തം കാണണ്ടെന്നാ? അപ്പൊ നെഗോഷിയേറ്റ് നോക്കുവാണോ? നാശം, അവൻ നമ്മുടെ ഇടയിൽ തന്നെ ഇന്നൊരു പ്രശ്നം ഉണ്ടാക്കുവാണ്. കൾട്ടിലിറച്ചിയാണ്. താങ്കൾ എന്താണ് വിചാരിച്ചത് ഞങ്ങളുടെ മോറൽസ് അത്ര പെട്ടെന്ന് തകർക്കാൻ സാധിക്കുമെന്നോ? ഞാൻ പറഞ്ഞില്ലേ, ഒരു ചാൻസ് ഞാൻ തരാനായിട്ട് പോകുവാണ്. ആ ചാൻസ് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ. അല്ല, ഇവനെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെയുള്ള സാധാരണ മാർഷൽ ആർട്സിന്റെ ജീവനും ഇരു ഇരു ഹയർ അപ്സിന്റെ ജീവനും കൂടെ ട്രേഡ് ചെയ്യാനായിട്ട് പോകുവാണോ? ടിമോണിക്കലിലെ ലീഡർ, താങ്കൾ എന്താണ് വിചാരിച്ചത്? ഞങ്ങളെ പരസ്പരം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് താങ്കൾക്ക് ഇവിടുന്ന് പുറത്തു കടക്കാൻ പറ്റുമെന്നോ? ഹേ, നിങ്ങൾക്കാണ് തെറ്റിയത്. എന്റെ ചോയ്സ് വളരെ സിമ്പിളാണ്. ഇവിടെയുള്ള ഹയർ അപ്സിന്റെ ഫാമിലിക്ക് പകരം ഇവിടെയുള്ള റെഗുലർ മാർഷൽ ആർട്സിന്റെ ഫാമിലി എനിക്ക് തന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ പോലും മരിക്കത്തില്ല. ഇത് കേട്ടപ്പോ അവരെല്ലാരും അമ്പരന്ന് പോയി. എന്ത്, ഞങ്ങളുടെ കുടുംബത്തിനല്ല അവൻ വിലയിട്ടിരിക്കുന്നത്? നീ എന്താണ് ഇപ്പൊ പറഞ്ഞത്? എന്റെ കുടുംബത്തിന് ഞാൻ? പെട്ടെന്നാണ് അതിന്റെ പിന്നിലെ ആ ഒരു പ്രശ്നം അവന് മനസ്സിലായത്. സാധാരണ അവരുടെ കൂടെയുള്ള എല്ലാ മാർഷൽ ആർട്ടിസ്റ്റും അവനെ തുറിച്ചു നോക്കാനായിട്ട് തുടങ്ങി. എന്തേ, ഒരു സാക്രിഫൈസ് എന്നല്ല പറഞ്ഞത്? നിങ്ങക്ക് പറ്റുന്നൊരു സാക്രിഫൈസ് ഞാൻ തന്നിരിക്കുവാണ്. ആശം, അവൻ ഹയർ അപ്സിന്റെ കുടുംബത്തിന് പകരം ഈ സാധാരണ ആൾക്കാരുടെ കുടുംബം ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊട്ടും തന്നെ നല്ലതല്ല. അമിതബ, അവൻ ശരിക്കും അതിബുദ്ധിമാനാണ്. ഞങ്ങൾക്ക് കുടുംബവും കുട്ടികളും ഇല്ല. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം അങ്ങനെയല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച പോലെ നടക്കത്തുമില്ലല്ലോ. നാശം, ഇവിടെ എനിക്ക് ബ്ലൈൻഡ്ലി ആർക്ക് ഓർഡേഴ്സ് കൊടുക്കാനും പറ്റത്തില്ല. അവരെങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാ? അല്ലടാ, മാസ്റ്റേഴ്സ് എന്താണ് ഒന്നും പറയാത്തത്? അവർക്കൊന്നും തന്നെ പറയാനില്ലേ? അതിനർത്ഥം നമ്മുടെ കുടുംബത്തിന് അവരുടെ മുമ്പിൽ ഒരു വിലയില്ലെന്നാണോ? ഒരു വിലയില്ലേ? ബെഗർ സെക്ല ലീഡറിനും അതിന്റെ പിന്നിലെ ആ ഒരു പ്രശ്നം മനസ്സിലായത്. എല്ലാരും പരസ്പരം തിരിയാനായിട്ട് തുടങ്ങി. ഞാൻ വിചാരിച്ചത് ഇവരെത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കുമെന്നാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ആരുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരം വരുന്നില്ല. അപ്പൊ പിന്നെ എന്നിട്ട് നേരെ ഈ മുകളിലേക്ക് പറന്നുയർന്നു. അപ്പോ ഓർത്തഡോക്സ് മുർമലൻസിലെ ഫെല്ലോ മാർഷൽ ആർട്ടിസ്റ്റ് അവരുടെ തീരുമാനം നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നതും പറഞ്ഞുകൊണ്ട് യോണ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.